കണ്ഠേകരണ സ്വാമി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണം, പുനഃപ്രതിഷ്ഠാകർമ്മം, സഹസ്രകലശം, അതുകൂടാതെ പുതുതായി നിർമ്മിച്ച ശ്രീ ഭദ്രകാളി ദേവീക്ഷേത്ര സമർപ്പണവും 7/7/2025 തിങ്കളാഴ്ച രാവിലെ 11:10 12:10 നടത്തുകയുണ്ടായി. കഴിഞ്ഞ ദേവപ്രശ്നത്തിൽ ഒരു ചുറ്റമ്പലത്തിനുള്ളിൽ 2 ഷടാധാരം പാടില്ല എന്ന തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രം അതിൽ കണ്ഠേകരണ സ്വാമിയുടെയും ഭദ്രകാളി അമ്മയുടെയും ഒരിടത്തായിരുന്നു. അപ്പോൾ ഭദ്രകാളി അമ്മയുടെ ദേവീക്ഷേത്രം ചുറ്റമ്പലത്തിന് വെളിയിൽ കൊണ്ടുവരികയും അത് കേരളീയ തനതായ ശൈലിയിൽ ചെമ്പോലയിലും തേക്ക് തടികളിലും കൂടാതെ കൃഷ്ണശിലയിലുമായി നിർമ്മിച്ച് അതിമനോഹരമായി മനു നമ്പൂതിരിപ്പാട് അത് ചെയ്യുകയും വളരെ വൃത്തിയായ രീതിയിൽ അത് ചെയ്ത് നയനത്തിന് കുളിർമയേകുന്ന രീതിയിൽ അത് നിർമ്മിക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ ചടങ്ങിന് ഭക്തജനങ്ങൾ വളരെ കൂടുതലായി അനുഭവപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ ഇന്നലെ നടക്കുകയും ഇനി വരുന്ന 10-ാം തീയതി വ്യാഴാഴ്ച സഹസ്രകലശം നടക്കുകയും 1000-ൽ പരം സഹസ്രകലശങ്ങളാണ് നടക്കുന്നത്. ജില്ലയിൽ അമ്പലപ്പുഴ താലൂക്കിൽ അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്തിൽ നാഷണൽ ഹൈവേയിൽ നിന്ന് 50 മീറ്റർ പടിഞ്ഞാറോട്ട് മാറി കളപ്പുരക്കൽ ശ്രീ കണ്ഠാകർണ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ദൈവിക മഹാത്മ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശിവകുടുംബ അംശമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. കളപ്പുരക്കൽ ശ്രീ കണ്ഠാകർണ സ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്നാൽ ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഭക്തരെ എത്തിക്കുന്ന ഒരു അനുഭൂതി ഇവിടുത്തെ ദർശനം കഴിഞ്ഞു പോകുന്ന ഭക്തരിൽ ഉണ്ടാകാറുണ്ട്. പലരും അത്തരം അഭിപ്രായങ്ങൾ പറയാറുമുണ്ട്. ഒരു ദേശാടനത്തിന് നമ്മൾ പോകുന്നതിന് തുല്യമാണ്. ശിവൻ്റെ കുടുംബമാണ് മതൽക്കെട്ടിനകത്ത് സ്ഥിതി ചെയ്യുന്നത്. കണ്ഠാകർണ സ്വാമിയും ഭദ്രകാളി ദേവിയും ശ്രീമുരുകനും ഗണപതിയും അയ്യപ്പനും സ്വയംവര പാർവതി ദേവിയും ഗുരുക്കന്മാരും അതുപോലെ തന്നെ രക്തേശ്വരി മൂർത്തി, അറുകൊല, ഹനുമൻ സ്വാമി, നാഗരാജാവ്, നാഗദൈവങ്ങൾ, നാഗയക്ഷിയമ്മ, അതുപോലെ തന്നെ യക്ഷിയമ്മ, ദമ്പതി ബ്രഹ്മരക്ഷസ്, അങ്ങനെ ഒരു ദേശാടനത്തിന് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഭക്തി ചൈതന്യം നീർക്കുന്നം കളപ്പുരക്കൽ കണ്ഠാകർണ സ്വാമി ക്ഷേത്രത്തിലെ ദർശനവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഐതിഹ്യമെന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രമാണ്. ഒരു പുന്നച്ചവിട്ടിൽ അല്ലെങ്കിൽ പുന്നയും ആലും കൂടെ നിന്നിരുന്നിടത്ത് ചെറിയ പുരിയാല പോലെ ഈ നാട്ടിലെ ദേശവാസികൾ വിളക്ക് കത്തിച്ച് ആരാധിച്ചു പോന്നിരുന്നിടത്ത് നിന്ന് ഒരു ചെറിയ അമ്പലം ഉണ്ടാകുകയും ആ അമ്പലത്തിൻ്റെ ജീർണത കണക്കിലെടുത്ത് അത് പൊളിച്ചു മാറ്റി ഇത്രയും വലിയൊരു മഹാക്ഷേത്രം ഒരു 28 കൊല്ലങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കുകയുണ്ടായി. എന്നാൽ 2021 ഏപ്രിൽ മാസത്തിൽ നടന്ന ദേവപ്രശ്നത്തിൽ, സ്വർണ്ണപ്രശ്നത്തിൽ ഈ നാലമ്പലത്തിനുള്ളിൽ 2 വശങ്ങളിലായിട്ട് ഷടാധാരത്തിൽ 2 വിഗ്രഹങ്ങൾ പാടില്ല എന്ന തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഭദ്രകാളി ദേവി അമ്മയെ ഈ നാലമ്പലത്തിന് വെളിയിലായി മതൽക്കെട്ടിനകത്ത് പുതിയ ക്ഷേത്രം പണിത് പ്രതിഷ്ഠിക്കണം എന്ന ദേവപ്രശ്ന വിധി നടപ്പാക്കുകയുണ്ടായി. ഈ കഴിഞ്ഞ ദിവസം കേരള മാതൃകയിൽ
നമ്മുടെ ക്ഷേത്രം നിർമ്മിച്ച് പൂർത്തീകരിച്ച് അതിൻ്റെ പ്രതിഷ്ഠാകർമ്മമൊക്കെ നടക്കുന്നുണ്ട്. കണ്ടാകർണസ്വാമി ക്ഷേത്രങ്ങളുടെ മൂലക്ഷേത്രമാണ് നീർക്കുന്നം കളപ്പുരയ്ക്കൽ ക്ഷേത്രം. എല്ലാ ക്ഷേത്രങ്ങളിലും കണ്ടാകർണസ്വാമിയെ ആരാധിക്കുന്നുണ്ടെങ്കിലും പ്രധാന ദേവനായിട്ട് ആരാധിക്കുന്ന മഹാക്ഷേത്രങ്ങളിലൊന്നാണ് നീർക്കുന്നം കളപ്പുരയ്ക്കൽ കണ്ടാകർണസ്വാമി ക്ഷേത്രം. തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഇവിടെ ഭദ്രകാളി ദേവിയമ്മയെ ആരാധിച്ചു പോകുന്നത്. കളപ്പുരയ്ക്കൽ ശ്രീ കണ്ടാകർണസ്വാമി ക്ഷേത്രത്തിലെ ഭദ്രകാളി ദേവി ക്ഷേത്ര സമർപ്പണവും അതിനോടനുബന്ധിച്ച് തന്നെ സഹസ്ര കലശവും നടത്തപ്പെടുകയാണ്. എന്തുകൊണ്ടും വളരെ മനോഹരമായ രീതിയിൽ ക്ഷേത്ര സമുച്ചയം പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഈ നാടിന് തന്നെ ഒരു അഭിമാനകരമായി മാറിയിരിക്കുകയാണ്. ഇതിനുവേണ്ടി പൂർണ്ണമായും നമ്മുടെ സ്ഥപതി കണിപ്പയ്യൂർ മനു കൃഷ്ണൻ നമ്പൂതിരിപ്പാടും അതുപോലെ തന്നെ എടപ്പാൾ രാധാകൃഷ്ണാചാരിയും ശില്പി അർജുൻ പാലക്കാട് ഇവരുടെ സാന്നിധ്യത്തിൽ വളരെ മനോഹരമായി തന്നെ ക്ഷേത്രം പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമായിട്ടാണ് കാണാൻ കഴിയുന്നത്. ക്ഷേത്രം പണി പൂർത്തിയാക്കി ഇന്ന് നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. നമസ്തേ, ഞാൻ കളപ്പുരയ്ക്കൽ ക്ഷേത്ര മേൽശാന്തിയായ ബാബുരാജ്. ഇവിടെ ചിരപുരാതനമായിരിക്കുന്ന ഈ ക്ഷേത്ര സംഗീതത്തിൽ അതിപ്രധാനമായിട്ട് കുടികൊള്ളുന്ന കണ്ഠാകർണൻ, തത്തുല്യമായിട്ട് കുടികൊള്ളുന്ന ഭഗവതിയും, അത്ര തന്നെ പ്രാധാന്യമുള്ള സുബ്രഹ്മണ്യൻ, മറ്റ് ഉപദേവതാമൂർത്തികളും കുടികൊള്ളുന്ന ഈ സംഗീതത്തിൽ വെള്ളിയാഴ്ച ദിവസം ഭഗവതിക്ക് വിശേഷാലായിട്ടുള്ള കുരുതിയും മുട്ടറക്കലും നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളും അവരവരുടേതായിട്ടുള്ള ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ട് നടക്കുന്ന മുട്ടറക്കൽ വഴിപാട് ഇന്നും ഭക്തജനങ്ങൾ തുറന്നുകൊണ്ടു പോവുകയാണ്. കുരുതിയും അതേപോലെ നടത്തപ്പെടുന്നു. ഹനുമാന്, മണികെട്ട്, വെറ്റിലമാല എന്നീ വഴിപാടുകളും ആഗ്രഹ സഫലീകരണത്തിനായിട്ട് നടത്തപ്പെടുന്നു.